ഓക്കെ, അപ്പം ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫ്ലെയർ ആണ്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലെയർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഒരു ഫ്ലെയർ. അപ്പം നിങ്ങൾ പറയും ഇതന്നെയല്ലേ ഇപ്പോൾ പോസ്റ്ററും. ഓക്കെ, ഫ്ലെയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡിസൈൻസ് ഉണ്ട് ഇവിടെ. കണ്ടാ, ഈ കാണുന്നതാണ് ഫ്ലെയർ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ പറയും ഇതന്നെയല്ലേ ഇപ്പോൾ പോസ്റ്ററും. ഇത് രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൽ കണ്ടന്റ് ഉണ്ടാവില്ല, ഹെഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓവറായിട്ട് കണ്ടന്റ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്ററിലോട്ട് വരുമ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്ററിലേറെ കുറച്ചും കൂടി കണ്ടന്റ് വൈസ് കൂടും എന്തിൽ, നോർമൽ പോസ്റ്ററിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയറിലോട്ട് വരുമ്പോൾ അവിടെ കണ്ടന്റ് ഒന്നും കൂടെ കൂടും. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൗഷറിലോട്ട് വരുമ്പോൾ അവിടെ മോർ ഇൻഫോർമേറ്റീവ് ആയിരിക്കും, അവിടെ ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കടപ്പ് വശം എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ അങ്ങനെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത്, ഒരു കടപ്പ് വശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഓക്കെ, അപ്പോൾ പോസ്റ്ററും ഫ്ലെയറും ബ്രൗഷറും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്ററിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഗ്രാബ് അറ്റൻഷൻ ആൻഡ് ക്വിക്കലി കമ്മ്യൂണിക്കേറ്റ് എ മെസ്സേജ് ഫ്രം എ ഡിസ്റ്റൻസ്. അതായത് നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അതിന് ഒരു അറ്റൻഷൻ കിട്ടണം. നമ്മളാണല്ലോ പോസ്റ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നോക്കുന്ന ഒരാൾക്ക് അതിൽ നിന്നൊരു അറ്റൻഷൻ പെട്ടെന്ന് കിട്ടണം, ക്വിക്കലി പെട്ടെന്ന് കിട്ടും വേണം. എന്നാൽ കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേണം. നമ്മൾ എന്താണ് ആ പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേണം. മനസ്സിലായോ? അതായത് ഒരു പോസ്റ്റർ ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ അയാൾക്ക് അതിൽ പെട്ടെന്ന് ഒരു അറ്റൻഷൻ വരും വേണം. അറ്റൻഷൻ വന്നാൽ മാത്രം പോരല്ലോ, പിന്നെ നമ്മൾ അതിലുള്ള കണ്ടന്റ് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം. അതാണ് ഒരു പോസ്റ്ററിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഫ്ലെയറിലോട്ട് വരുമ്പോൾ പ്രൊവൈഡ് ഇൻഫർമേഷൻ തരാം. ഫ്ലെയറിലോട്ട് വരുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ അല്ലാതെ ക്വിക്കായിട്ട് കുറച്ച് ഇൻഫർമേഷൻ പറയാം. ഓക്കെ, അതാണ് ഫ്ലെയറിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്നല്ലോ, അതിൽ ഒരുപാട് ഓവർ ഇൻഫർമേഷൻ ഇല്ലാതെ, അത് നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗഷർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രൗഷർ പേജ് വൈസ് ആയിക്കാരും വരിക. അപ്പോൾ അതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ പോസ്റ്ററിൻ്റെയും ബ്രൗഷറിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഫ്ലെയർ എന്ന് പറയുന്നത്. പോസ്റ്ററിൽ വളരെ കുറച്ച് ഇൻഫർമേഷനേ ഉണ്ടാവുള്ളൂ. ഇൻഫർമേഷൻ അല്ല, വളരെ കുറച്ച് കണ്ടന്റ് ഉണ്ടാവുള്ളൂ. ബ്രൗഷറിലോട്ട് വരുമ്പോൾ അത് പേജസിലായിട്ട് കണ്ടന്റ് ഉണ്ടാവും. ഫ്ലെയറിലോട്ട് വരുമ്പോൾ കുറച്ച്, അതായത് ക്വിക്കായിട്ട് ഒരാൾക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുക. അതാണ് എന്തെന്ന് പറയാം, അതാണ് നമ്മൾ ഫ്ലെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വിക്കായിട്ട് അത് നോക്കുന്ന ഒരാൾക്ക് ക്വിക്കായിട്ട് ഓവറോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് ഫ്ലെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈസിൽ വരുമ്പോൾ പോസ്റ്റർ A3, A2, A1 അതിലാറ് ലോങ്ങർ ആയിട്ടുള്ള പോസ്റ്ററൊക്കെ വരുന്നുണ്ട്. ഫ്ലെയറിലോട്ട് വരുമ്പോൾ പൊതുവേ സ്മോളർ ആണ്. A4, A5, A6 വരല്. ബ്രൗഷർ പിന്നെ വേരിയസ് ആണ്, ഡിപ്പെൻസ് അപ്പോൺ ആണ് ബ്രൗഷറിന്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഫോർമാറ്റിലോട്ട് വരുമ്പോൾ സിംഗിൾ സൈഡ് ആണ് പോസ്റ്റർ ഉണ്ടാവുക. ഫ്ലെയർ എന്ന് പറഞ്ഞാൽ സിംഗിൾ സൈഡും ഉണ്ടാവും, ഡബിൾ സൈഡും ഉണ്ടാവും. ബ്രൗഷർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പേജസ് ആണ്. ഡിസൈൻ ഫോക്കസ് ചെയ്യുന്നത് ബോൾഡ് ഹെഡ്ലൈൻ. ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്ററിൽ നോക്കുന്നത് നമ്മൾ ബോൾഡ് ഹെഡ്ലൈൻ, ലാർജ് ഗ്രാഫിക്സ് ആൻഡ് മിനിമൽ ടെക്സ്റ്റ്. കണ്ട, മിനിമൽ ടെക്സ്റ്റ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക, പോസ്റ്ററിൽ യൂസ് ചെയ്യുക. ഇനി ഫ്ലെയറിലോട്ട് വരുമ്പോൾ ക്യാച്ചി ഹെഡ്ലൈൻ, സ്മോളർ ഗ്രാഫിക്സ് ആൻഡ് മോഡറേറ്റ് ടെക്സ്റ്റ്, കുറച്ചും കൂടെ ടെക്സ്റ്റ് കൂട്ടാം. ബ്രൗഷറിലോട്ട് വരുമ്പോൾ പ്രൊഫഷണൽ ലേഔട്ട്, ഡീറ്റെയിൽഡ് ടെക്സ്റ്റ്, ഓർഗനൈസ്ഡ് സെക്ഷൻസ്. ഇനി കണ്ടന്റ് ഡെപ്ത് വരുമ്പോൾ മിനിമൽ ടെക്സ്റ്റ്, അതുപോലെ ഇവന്റ് ഡീറ്റെയിൽസ്, സ്ലോഗൻ, കോൾ ടു ആക്ഷൻ ബട്ടൺ ആണ് ഒരു പോസ്റ്ററിൽ ഉണ്ടാവുക. ഇനി ഫ്ലെയറിലോട്ട് വരുമ്പോൾ ബ്രീഫ് ബട്ട് ഇൻഫോർമേറ്റീവ്. അതായത് ഇപ്പോൾ ഒരുപാട് ഡാറ്റ ഉണ്ട്, അതിനെ നമ്മൾ ബ്രീഫ് ആക്കിയിട്ട് അതിനൊരു ഇൻഫോർമേറ്റീവ് ആക്കിയിട്ട് നമ്മൾ ഫ്ലെയറിൽ കൊടുക്കണം. അതാണ് ഫ്ലെയറിന്റെ കണ്ടന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ കോണ്ടാക്ട്, ടൈം, പ്ലേസ് എല്ലാം വേണം. ഓക്കെ, ഇൻ ഡെപ്ത് ബ്രൗഷറിൽ വരുമ്പോൾ ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഓക്കെ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, കമ്പനി ഇൻഫർമേഷൻ, കാര്യങ്ങളെല്ലാം എവിടെ ഉണ്ടാവും, നമ്മുടെ ബ്രൗഷറിൽ വരുമ്പോൾ ഉണ്ടാവും. ഇനി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോസ്റ്റർ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റർ നമ്മൾ പോസ്റ്റഡ് ഓൺ വാൾസ്, അതായത് ചുമരിൽ ഒട്ടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വിൻഡോസിൽ ഒട്ടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കാനൊക്കെ നമ്മൾ പോസ്റ്റർ യൂസ് ചെയ്യും. പിന്നെ ഫ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ കൊടുക്കാൻ, പബ്ലിക് പ്ലേസിൽ ആരുടെയും ഹാൻഡ് ഔട്ട് കണ്ടാ, കയ്യിൽ കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ബ്രൗഷർ എന്ന് പറയുന്നത് ഗിവിങ് ഡ്യൂറിങ് എ മീറ്റിംഗ്. ഇപ്പം നമ്മുടെ ക്ലയൻറ്റിന് നമ്മുടെ ബ്രൗഷർ, ഇപ്പം നിങ്ങൾക്കൊരു എഡ്യൂക്കേഷനാണ്, നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങളുടെ. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഒരു ക്ലയൻറ്റ് വന്നാൽ നിങ്ങൾ അവർക്ക് ആദ്യം കൊടുക്കുക എന്താ, ബ്രൗഷറാണ്. ഓക്കെ, അതിലെന്തുണ്ടാവും, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അവിടുന്ന് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ ലൈഫ്
സ്പാൻ എത്ര കാലത്തേക്കാണ് എന്ന് നോക്കിയാൽ പോസ്റ്റർ പൊതുവെ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഡിപ്പെൻസ് അപ്പോൺ ഇവന്റ് ടൈപ്പാണ്. ഓക്കെ, ഇവന്റ് ടൈപ്പ് ചിലത് ഷോർട്ട് ടേമിലായിരിക്കും. ഇപ്പോൾ ഒരു ഇവന്റ് ഇപ്പം എന്താ പറയുക, ഒരു ഡി ജെ പാർട്ടി എന്ന് പറയുന്നത് ഒരു പീരീഡിലല്ലേ ഉണ്ടാവുള്ളൂ, ഒരു ദിവസത്തെ പരിപാടിയല്ല, അല്ലെങ്കിൽ 2 ദിവസത്തെ പരിപാടി. ഓക്കെ, ഇപ്പോൾ ഒരു കൊല്ലം മൊത്തം നമ്മളൊരു ഡി ജെ പാർട്ടീൻ്റെ പോസ്റ്റർ നമ്മൾ അടിക്കുമോ? ഇല്ലല്ലോ, അത് ഷോർട്ട് ടേം ആണ്. അതുപോലെ ലോങ് ടേം ആയിട്ടുള്ളതും ഉണ്ടാവും, ഡിപ്പെൻസ് അപ്പോൺ ആണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെയർ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്. ഓക്കെ, പിന്നെ ബ്രൗസർ എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. നമ്മൾ എത്ര കാലം കമ്പനി ഉണ്ടോ അത്രയും കാലം ബ്രൗസർ നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ ഫ്ലെയറിൻ്റെ പർപ്പസ് അണ്ടർ ഇവന്റ് പ്രൊമോഷൻ, അഡ്വർടൈസ്മെന്റ്, അനൗൺസ്മെന്റിനൊക്കെ നമ്മൾ ഫ്ലെയർ യൂസ് ചെയ്യും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇൻഫോം ആൻഡ് മോട്ടീവ് ആക്ഷൻ. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ ഇൻഫർമേഷനും ഉണ്ടാവും, അത് കാണുന്നവർക്കൊരു മോട്ടീവ് ആക്ഷൻ എടുക്കാനുള്ളൊരു ടെൻഡൻസിയും കൂടെ വരണം. ഓക്കെ, അതിൻ്റെ സൈസ് ഇവിടെ തന്നിട്ടുണ്ട്, A5 A4, അതുപോലെ DL സൈസ് തന്നിട്ടുണ്ട്. പിന്നെ കണ്ടന്റ് ഫോക്കസ്, ക്യാച്ചി ഹെഡ്ലൈന്, ഇവന്റ് ഡീറ്റെയിൽഡ്, ഡേറ്റ് ടൈം ലൊക്കേഷൻ, കോൺടാക്ട് ഇൻഫർമേഷൻ, സ്ട്രോങ് കോൾ ടു ആക്ഷൻ ബട്ടൺ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഫ്ലെയറിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഓവറോൾ ഫ്ലെയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളിങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, നമുക്കൊരു ഫ്ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റീക്രിയേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്ലെയറാണ് ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ആദ്യം ബാക്ക്ഗ്രൗണ്ടിൽ വേണം? ഇവിടെ ബ്ലൂ, ഇവിടെ വൈറ്റ്, പിന്നെ ഒരു ഓഫ് വൈറ്റ്, പിന്നെ ഓറഞ്ച്, ബ്ലൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ബ്ലൂ എന്ത് ചെയ്യാം? ഈ ബ്ലൂവും ഇയാളുടെ ഈ ഡ്രസ്സിൻ്റെ കളറും സിങ്ക് അല്ലേ? അപ്പോൾ നമുക്ക് ആളുടെ എടുക്കുമ്പോൾ ഇയാളുടെ പോലെ ഒരു ഡ്രസ് കളർ ഈ ഡ്രസ് കളറിൽ വരുന്ന ആളുടെ കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് കളർ പിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കളർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈസ് ഇട്ടണ്ടേ? ഇത് A4 സൈസിലാട്ടെ ഞാൻ ചെയ്യുന്നത്. A4 സൈസിലാട്ടോ ഫ്ലെയർ ചെയ്യുന്നത്. ഫ്ലെയർ പൊതുവെ A4ഉം A5ഉം DL ഒക്കെ വരലുണ്ട്. നമുക്കൊരു സ്റ്റാൻഡേർഡ് സൈസ് A4ൽ എടുക്കാം. ഈ ഫ്ലെയറിൻ്റെ കാര്യമൊക്കെ സൈസ് അവർ തരും. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, നിങ്ങൾ ക്ലയൻറ്റിനോട് ചോദിക്കണം ഏത് സൈസിലാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, കാരണം അവർക്കിത് പ്രിൻ്റ് എടുക്കാനുള്ളതാണ്. അപ്പോൾ അവരോട് ചോദിക്കണം. എല്ലാ ക്ലയൻസും നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ എൻ്റെ ക്യാൻവ ലോഗ് ഔട്ട് ആയിട്ടുണ്ട്, അതൊന്ന് ലോഗിൻ ചെയ്യട്ടെ. ക്യാൻവ ഒന്ന് ലോഗ് ഔട്ട് ആയതായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താ? ഒരു A4 സൈസ് ആണല്ലോ വേണ്ടത്. ഇപ്പോൾ ക്രിയേറ്റ് ന്യൂ. ഈ ഫ്ലെയർ എന്നൊക്കെ ഇവിടെ അടിച്ച സാധനം കിട്ടും കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, ടെംപ്ലേറ്റ് നമുക്കുണ്ട്. ഇഷ്ടംപോലെ ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. അതാണ് ക്യാൻവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ടെംപ്ലേറ്റ് ഉള്ളത് കണ്ട എല്ലാ ഫ്ലെയറും നമുക്ക് എന്താ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതും കൂടെ എഡിറ്റ് ആദ്യം. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യും, എന്നിട്ട് എൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഡിസൈനും കൂടെ ചെയ്യുക. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിരുന്നത്? അപ്പോൾ നിങ്ങൾ ഒരു ചെറിയ മാറ്റം കൂടി വരുത്തുക. നിങ്ങൾ ആദ്യം ടെംപ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് ആദ്യം എൻ്റെ കൂടെ ചെയ്യുക, പിന്നെ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു പാറ്റേണിൽ പോവുക. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇപ്പം ഇത്രയും നമ്മൾ ഒരുപാട് ഡിസൈൻ ചെയ്തു. ആദ്യം നമ്മൾ 5 ഡിസൈൻ അവിടെ ചെയ്തു ബേസിക് ക്ലാസ്സിൽ. അതിൽ 5 ഞാൻ ചെയ്തതുകൊണ്ട് പിന്നെ 5 നിങ്ങൾ ചെയ്തതുണ്ടാവും. ടോട്ടൽ 10. അത് കൂടാതെ ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നിരുന്നു. ഓക്കെ, ഏകദേശം 4 അസൈൻമെൻറ്റ്, ടോട്ടൽ 14. ഇനി ഇവിടെ നമ്മൾ 7 ചെയ്യും. 7 ഞാൻ ചെയ്യുന്നതും പിന്നെ 7 നിങ്ങൾ ചെയ്യുന്നതും 14. 14 28. പിന്നെ കൂടാതെ 7 നിങ്ങൾ ഏതിലും ചെയ്യണം, ടെംപ്ലേറ്റിലും ചെയ്യണം. അപ്പോൾ 14 28 7 എത്ര? 28 എത്ര?
35 ഉണ്ടാവും. ഈ 35 നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മളെ അടുത്തേക്ക് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ ആ ക്ലയൻറ്റ്, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളെ കയ്യിൽ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ നമുക്ക് ആ ക്ലയൻറ്റ് ആദ്യം തന്നെ നമ്മളെ വർക്കർ തരൂല. നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കും. ഓക്കെ, അത് ഞാൻ ഈ ക്യാൻവൻ്റെ അവസാനം പറഞ്ഞുതരാം. പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാക്കുക, കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. ഓക്കെ, ഞാൻ അവിടെ പറഞ്ഞുതരാം. അപ്പോൾ പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കും. ആ പോർട്ട്ഫോളിയോയിൽ കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ച വർക്കെല്ലാം. അപ്പോൾ ഈ ചെയ്തു വെച്ച എല്ലാ വർക്കും എന്ത് വേണം, നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ക്രിയേറ്റ് ന്യൂ ഡിസൈൻ, കസ്റ്റം. നമുക്കൊരു A4 സൈസ് ആവണ്ടേ. A4ൻ്റെ സൈസ് എത്ര അറിയാം ആർക്കെങ്കിലും? അറിയുന്നുള്ള പോലെ അടിക്കുക. A4 സൈസ് ഇൻ പിക്സൽസ് 2080 വെഡ്ത്തും 3508 ഹൈറ്റും. 3508 ഹൈറ്റും. ഓക്കെ, നമ്മളൊരു A4 സൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പോലെ ചെയ്യാം. ആദ്യം നമുക്കൊരു ബോക്സ് ഇടാം. ബോക്സ് ഇട്ടിട്ട് ബോക്സിൻ്റെ കളറിൽ പോവുക, ആഡ് കളർ വെക്കുക. നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത കളർ വെക്കുക. ഓക്കെ, അപ്പോൾ ബോക്സായി. ഇതേ ബോക്സ് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഡിസൈൻ ഓക്കെ, ഇവിടെ ഉള്ള ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു ചെറിയ ബോക്സ്, അത് നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ കളർ നമുക്ക് പിക്ക് ചെയ്യണം. നേരെ കളർ പിക്കർ എടുക്കുക, പിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്ത് വരിക, കളർ, ആഡ് കളർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ചെറിയ കളർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇനി നമുക്ക് അതിൻ്റെ മേലത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ നമുക്കൊരു ബോക്സ് ഇട്ടിട്ട്, ഈ ഒരു കർവ് ഉണ്ടല്ലോ, ഈ ഒരു ബോക്സ് ഇട്ടിട്ട് വൈറ്റ് റൗണ്ട് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു വലിയ ബോക്സ് ഇടാം. നമുക്ക് ഇവനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അത് മേലെ വരെ ഉണ്ടോ? മേലൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവൻ്റെ സൈസ് കുറച്ചിട്ട് കുറച്ച് കൂട്ടുക. ഓക്കെ, എന്ത് ചെയ്യാം, ഒരു സർക്കിൾ ഇടുക. സർക്കിളിൻ്റെ കളറ് ഞാൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു കളർ ഇട്ടതെന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കളർ വൈറ്റ് ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു ടൈപ്പ് അവിടെ കിട്ടി. കണ്ടാ, ഈ ഒരു കർവ് അവിടെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സാധനം നമുക്ക് ഇവിടെ കൊണ്ട് നടണം. അതിന് ഷേപ്പിൽ പോവുക. ആ ടൈപ്പിലുള്ള ഷേപ്പ് ഇവിടെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഷേപ്പ് ഇടുക, ഒന്ന് കറക്കുക, വലുതാക്കുക. ഓക്കെ, ഷേപ്പ് എങ്ങനെയാണ് അവിടെ കിടക്കുന്നത്, കറക്റ്റ് പാകത്തിന് അലൈൻ ചെയ്ത മാതിരിയാണ് കിടക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഇനി അതിലുള്ള വൈറ്റ് ഉണ്ടല്ലോ നമ്മളിട്ടേ,
ആ വൈറ്റിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇവനെ കുറച്ചും കൂടെ ചെരിച്ചാൽ സിങ്കായി വരൂലേ? അവൻ കംപ്ലീറ്റ് ചെരിയണം, എന്നാലേ ആ ഒരു ലുക്ക് കിട്ടുള്ളൂ നമുക്ക്. പക്ഷെ അവൻ കംപ്ലീറ്റ് ചെരിഞ്ഞാൽ അത് ശരിയാവൂല. ഓക്കെ, ഇവിടെ ഒരു കറക്റ്റ് ഒരു വെട്ടിട്ട പോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമുക്കൊരു ഐഡിയ, ഇത് ഡിലീറ്റ് ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിനെ കൺട്രോൾ ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നേക്കാം. എന്നിട്ട് ഇതിൻ്റെ കളർ നമുക്കൊന്ന് വൈറ്റ് ആക്കിയിട്ട് ഇവനെ മേലെ കെട്ടോക്കാം. കുറച്ചും കൂടെ നീക്കിയാൽ നമുക്ക് ഇത്ര ഒരു ആംഗിളിലാണ് വേണ്ടത്. ഇനി നമുക്ക് എന്ത് വേണം? ഇവനൊന്ന് കറങ്ങണം, ഇവനൊന്ന് ഇങ്ങനെ വരണം, കർവ് ചെയ്ത് വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതേ കർവിൽ കൺട്രോൾ ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതേ കർവ് ഇവിടെ വെച്ചാൽ വൈറ്റ് ആക്കിയിട്ട് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചാൽ കണ്ട, ആ ഗ്യാപ്പ് അവിടെ കറക്റ്റാണ്. ആ ഗ്യാപ്പ് അവിടെ അതിന് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഫിറ്റ് കണ്ട, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇവൻ്റെ കളർ പോയിട്ട് എന്ത് ചെയ്യാം? ഓറഞ്ച് ആക്കാം. അപ്പം ഞാൻ എന്താ ചെയ്ത്, ഇവനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ ഒരു സർക്കിൾ ഉണ്ടേനും ആദ്യം ആ സർക്കിൾ ഇട്ട് നമ്മൾ ചെയ്ത് നോക്കി. പക്ഷെ ആ സർക്കിൾ ഇട്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മാച്ച് ആയിട്ട് കിട്ടുന്നില്ല. അപ്പം എന്ത് ചെയ്തു? ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഈ വൈറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റ് ബോക്സ്, അതിൻ്റെ ആവശ്യമല്ല, അത് ഡിലീറ്റ് ചെയ്താൽ അതിൻ്റെ ആവശ്യമല്ല. ആദ്യം ബോക്സ് ഇട്ട് എന്നിട്ട് നമ്മൾ ഈ ഷേപ്പ് ഇട്ടു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വരും? ഇവിടെ ബോക്സ് ടൈപ്പാണ് വരിക. പക്ഷെ ആ ബോക്സ് ടൈപ്പ് പോയിട്ട് നമുക്ക് ഈ ഒരു കർവ് വരണം. അപ്പം എന്ത് ചെയ്തു? ഇവനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി. അപ്പം എന്ത് ചെയ്തു? ആ ഒരു കർവ് അവിടെ വന്നു. എന്നിട്ട് ഇവനെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇവൻ്റെ കളർ മാറ്റിയിട്ട് ഒരു ഓറഞ്ച് കളർ ഉണ്ട് ഇവിടെ, ആ ഒരു ഓറഞ്ച് കളറിലേക്ക് എത്തിക്കണം. കളറിൽ പോവുക, സെലക്ട് ചെയ്യുക, ഈ കളർ എടുക്കുക. കോപ്പി, ആഡ് കളർ, കൺട്രോൾ ബി. ആ ഒരു ഓറഞ്ച് കളർ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്താ വേണ്ടത്? ഇതിൻ്റെ സൈസ് കുറച്ചും കൂടെ കുറവാണ്. ഓക്കെ, ഇതിൻ്റെ സൈസ് കറക്റ്റാ, സൈസ് സെയിമാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. എന്നിട്ട് കളറിൽ പോയിട്ട് സെയിം സൈസ് ആക്കാനാട്ടോ, ഇവൻ്റെ സൈസ് തന്നെ ഇതും ആക്കാനാണ്. അപ്പം അങ്ങനെ ചെയ്ത് അപ്പോൾ ഇവിടെ 2 ഉണ്ടാവും. ഇതിൻ്റെ താഴെയുള്ള ഇവിടെ 2 ഉണ്ടാവും. അതിലൊന്ന് ഡിലീറ്റ് ആക്കിയാൽ ഇപ്പോൾ കറക്റ്റായി. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങൾ ഓക്കെ ആയി. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ഉള്ളത്? ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റായി. ഇനി ഫോർഗ്രൗണ്ടാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ഇവനും കൂടിയും കൊണ്ടുവരാം, ഇയാളെയും കൂടിയും കൊണ്ടുവരാം. ഇയാളെ കൊണ്ടുവരുമ്പോഴാണ് ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. ആ പ്രോബ്ലം നമുക്ക് ഫ്രെയിം വെച്ച് മായ്ക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അയാളെ കൊണ്ടുവരുമ്പോൾ അയാൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഓക്കെ, അങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഓപ്ഷൻ വല്ലതും ഉണ്ടോ നോക്കാം. മാൻ
ഇയാൾ കൊള്ളാം. സെയിം ഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യാം, ലൈക്ക് സെർച്ച് ലൈക്ക് ദിസ് കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സെർച്ച് ലൈക്ക് ദിസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഗ്രാഫിക്സിൽ മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. ഇതും കൊള്ളാം. ഇയാളെടുത്ത് നോക്കാം. ഇയാളെടുത്തിട്ട് നമുക്ക് ആ സൈഡിലോട്ടല്ല വേണ്ട, അപ്പോൾ ഫ്ലിപ്പ് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവലൊക്കെ ഏതിലേ ഉള്ളൂ, പ്രോ വെർഷനിലേ ഉള്ളൂ എന്ന് ഞാൻ ഒരുപാട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം, ഇയാൾ അതിൻ്റെ ഉള്ളിലോട്ട് ഫിറ്റാക്കി വെക്കണം. ഇനിയുള്ളൊരു പ്രോബ്ലം എന്താ ഇവിടെയാണ് ഒരു പ്രോബ്ലം. അതിനെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, നമുക്കൊരു വഴി ഉള്ളത് കുറച്ചും കൂടി ചെറുതാക്കിയാൽ ആ ഒരു ഭംഗി അവിടുന്ന് പോയോ? അവിടെ ഷാഡോ ഉണ്ടോ? ഇയാൾ ഇതിൽ ഫിറ്റാ, ഇയാൾ കുറച്ചും കൂടെ വലുപ്പമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചും കൂടെ വലുപ്പം വേണം. എന്നിട്ട് അതിൽ ഫിറ്റാക്കി വെക്കണം. എന്നാലും ഹാഫ് ആവാൻ പാടില്ല. പെട്ടല്ല നമുക്കൊന്നും കൂടെ സൈസ് ഇയാളെ നോക്കാം. നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഓക്കെ, ഇയാളെ നോക്കാം. ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഫിറ്റായി നിൽക്കണം. അപ്പം എന്ത് ചെയ്യണം? നമുക്കിവിടെ ഞാൻ നോക്കിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇവനെയും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓറഞ്ചിനെ എന്ത് ചെയ്യാം, ഇവനെയും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓറഞ്ചിനെയും ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവരെ മാത്രം ഈ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് ഡൗൺലോഡ് ചെയ്യാം. മാക്സിമം കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. നമ്മൾ ആ ഗ്രൂപ്പ് ചെയ്ത സെക്ഷൻ ഉണ്ടല്ലോ, അതിനെ മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗൺലോഡ് ആവുന്നുണ്ട്, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇതാണ് ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് ഇപ്പം ഇവിടെ നിന്ന് മാറ്റാം. ഡിലീറ്റ് ആക്കിയാൽ പ്രോബ്ലം ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫ്രെയിമിലോട്ട് വരാം. ഫ്രെയിമിലോട്ട് വന്നിട്ട് ഇതേ സൈസിലുള്ള ഒരു ഫ്രെയിം നമ്മൾ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം, അതുപോലത്തെ ഒരു ഫ്രെയിം നമ്മൾ കണ്ടുപിടിക്കണം. ഇതല്ല, ഇതിന് പുറത്ത് കൂടെ വേറൊരു ഫ്രെയിം ഉണ്ട്, അതല്ലാതെ തന്നെ നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇവിടെ കറക്റ്റാക്കി വെക്കുക. കണ്ട, ഇതിലെല്ലാത്തിനും എന്തുണ്ട് അറിയോ, ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോവരുത്. എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്, അതിൻ്റെതായ നിങ്ങളൊന്ന് ആലോചിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആ ഫുള്ള് ഓറഞ്ച് പോയിട്ടില്ലെങ്കിലും പ്രോബ്ലം അല്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ നമ്മളെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ സാധനം ഡൗൺലോഡ് ചെയ്തില്ലേ, ആ ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ഇടാൻ പോവാണ്.
അപ്പോൾ ഇടാൻ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഓറഞ്ച് ആയതുകൊണ്ട് അത് സിങ്ക് ആയിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ അതിനുള്ള നോക്കിയാൽ മതി. അപ്ലോഡ്സ് പോയിട്ട് ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്ത ഇമേജ് പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അതിവിടെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഇതിമേ പിടിച്ചിട്ട് ഫ്ലിപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേഷനിൽ പോയിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ വെക്കുക. കണ്ട, അപ്പം അത് ഫിറ്റായി വന്നില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിനെന്ത് ചെയ്യുക, കറക്റ്റ് അലൈൻമെൻറ്റ് കറക്റ്റാക്കി വെക്കുക. കണ്ട, കറക്റ്റായി. നമ്മൾ എന്താ ചെയ്ത്, നമ്മളൊരു ഫ്രെയിം ഇട്ടു, എന്നിട്ട് ആ ഫ്രെയിമിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ ഈ താഴത്ത് എന്തായി, കറക്റ്റായി. ഓക്കെ, അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി സെറ്റായി. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ലോഗോമെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാൻഡ് ലോഗോ എന്ന് തന്നെ ആക്കിയിട്ടിടാം. ബ്രാൻഡ് ലോഗോ കുറച്ച് ബോൾഡിലാണ് ബ്രാൻഡ് ലോഗോ വന്നിട്ടുള്ളത്. ഓക്കെ, ബ്രാൻഡ് ലോഗോ നമുക്ക് മാർജിന് മേലെ കൊടുക്കാം. എന്നിട്ട് ഫോണ്ട് നമുക്ക് കൂടെ വലുതാക്കിയിട്ട് ബ്രാൻഡ് ലോഗോ. ഓക്കെ, ഇനി നമുക്ക് കണ്ടന്റ് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം 2040 ബിസിനസ് ജസ്റ്റ് കൊടുത്തു എന്നുള്ളൂ. അവിടെ ഒരു ബോക്സിൽ എന്തോ ഉണ്ട്, ആനുവൽ സാമിറ്റ് ആണ്. ഓക്കെ, 2040 ബിസിനസ് കോൺഫറൻസ്, ഷെയർ യുവർ തോട്ട്സ് വിത്ത് ദ വേൾഡ്. നമുക്കപ്പോൾ ഇത് ആഡ് ചെയ്യണം. 2024 എന്നുള്ളത് നോർമൽ ഫോണ്ടാണ്, ബിസിനസ്സിന് കുറച്ച് ഫോണ്ട് ഉണ്ട്, കോൺഫറൻസ് എന്നുള്ളത് കുറച്ച് വേറെ ഫോണ്ടാണ്. നമുക്ക് ഇവരെ ലാസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇവരെല്ലാം ആഡ് ചെയ്യാം. ആദ്യം ആഡ് ടെക്സ്റ്റ് ഹെഡിങ് 2040. ഇവിടെ കുറച്ച് സ്പേസിന് വ്യത്യാസം ഉണ്ട് അല്ലേ, സ്പേസ് കുറച്ച് ഔട്ടായില്ല. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്, അവിടെ കുറച്ച് സ്പേസ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവൻ വലുതായി, നമ്മുടെ ഇട്ടവൻ വലുതായി, ഈ ഫ്രെയിം കുറച്ച് വലുതായി. നമ്മളിട്ട ഫ്രെയിം എന്തായി, കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി അതിനുള്ളിലുള്ളത് കുറച്ചൊന്ന് അലൈൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു ഇത് മുഴുവനായിട്ട് കിട്ടും. ഓക്കെ, കറക്റ്റായില്ലേ. ഇനി ഇവൻ എന്ത് ചെയ്താൽ മതി, ഇതിലോട്ട് നമ്മൾ ആളെ ആഡ് ചെയ്താൽ മതി. ചെറിയൊരു മിസ്സിങ് ഉണ്ട് ഇവിടെ. നമുക്ക് എന്ത് ചെയ്യാം, അയച്ചങ്ങനെ അവിടെ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഡിലീറ്റ് ഇമേജ് കൊടുക്കാം. എന്നിട്ട് ആദ്യം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിം ആഡ് ചെയ്യാം. ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് എന്തിടാം, ആ ഇമേജ് ഇടാം. എന്നിട്ട് അതിനെ പോയിട്ട്
ക്രോപ്പിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്പേസ് കുറച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ ഇവിടെ താഴേക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതൊന്ന് അലൈൻ ചെയ്ത് വെച്ചാൽ കറക്റ്റാവും. ഒന്ന് കീബോർഡിൽ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. ആരോ മാർക്ക് പിടിച്ചിട്ട് നമുക്ക് എന്താവും? അത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, നമുക്ക് അയച്ചങ്ങനെ ചെയ്യാം. മീൻസ് ഇവനെന്താ ഇവിടെ ഫിറ്റ് ആവാത്തതെന്ന് അറിയോ? ഇവനെ നമ്മളെ എക്സ്പോർട്ട് ചെയ്തത് നേരത്തെ വെച്ചിട്ടുള്ള സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവനെ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവൻ എന്ത് ചെയ്യാത്തത്? ഈ ഒരു പുതുതായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തില്ലേ, ആ ഒരു ചേഞ്ചിലേക്ക് ഇവൻ ആപ്റ്റ് ആവാത്തത്. ഇനി ഇവിടെ ഇങ്ങനെ വെച്ച ആപ്റ്റ് ആണ്, വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. ചെറിയൊരു പെർഫെക്ഷൻ്റെ കുറവുണ്ടെന്നുള്ളൂ. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല, ചെറിയൊരു പെർഫെക്ഷൻ്റെ കുറവുണ്ടെന്നുള്ളൂ. ഓക്കെ, സിങ്ക് ആണ് എന്ന് നിങ്ങൾക്ക് സിങ്ക് അല്ല തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇവനെ ഒഴിവാക്കിയിട്ട് അഴിച്ചങ്ങന്ന് ഇവനെ തന്നെ എടുത്തിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ രണ്ടും ഗ്രൂപ്പ് ചെയ്തിട്ട് ഡൗൺലോഡ് ദി സെക്ഷൻ കൊടുത്തിട്ട് പിന്നീട് ഈ ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നിട്ടാലും മതി. അപ്പോൾ എനിക്കിത് ഇവിടെ ആക്റ്റ് ആണ്. വലിയ പ്രോബ്ലം, വലുതെന്നല്ല, ഒരു 1% പ്രോബ്ലം ഒക്കെ ഉള്ളൂ ഇവിടെ. അത് തോന്നുന്നുമില്ല. ഓക്കെ, നമുക്കിത് ഇത് വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ എന്താ 2024 കളറിൽ വൈറ്റ് ആണ്. വൈറ്റിൽ ഫോണ്ടിൽ ഒന്നും കൂടെ ഒരു ബോൾഡ് ഉണ്ട്. അതിന് ഈ ഫോണ്ട് അല്ല ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ ഫോണ്ടാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ ഫോണ്ട് തന്നെ യൂസ് ചെയ്യാം. ക്യാൻവാസ് ആസ്. ഇനി ബിസിനസ്സിന് കുറച്ച് കട്ടിയുണ്ട്. ബിസിനസ് ഓറഞ്ചിൽ ബിസിനസ് വന്നിട്ട് അതിന് കുറച്ച് എന്തുണ്ട്? കട്ടിയുണ്ട്. അതിന് ഫോണ്ടിൽ പോയിട്ട് നമുക്ക് ഈ ഫോണ്ട് ഇട്ട് കൊടുക്കാം. ആ കറക്റ്റാ. ഓക്കെ, ഇനി കോൺഫറൻസ് എന്നുള്ളതാണ്. ആ കോൺഫറൻസ് എന്നുള്ള ഫോണ്ട് വേറെ ഫോണ്ടാണ്. അത്യാവശ്യം വലുപ്പമുണ്ട് സാധനം. എന്നിട്ട് അതിൻ്റെ ഫോണ്ടിൽ പോവുക. ഫോണ്ടിൽ പോയിട്ട് നമുക്ക് ആ അതേ സ്റ്റൈലിലുള്ള ഒരു ഫോണ്ട് തന്നെ വേണം. ഇത് കൊള്ളാം, പക്ഷേ ചെയ്ത് നോക്കാം നമുക്ക്. പക്ഷെ അതും ഇതും ചെറിയൊരു സാമ്യ വ്യത്യാസം ഉണ്ട്. അതുപോലത്തെ ഫോണ്ട് തന്നെ കിട്ടുമോ നോക്കാം. ആ, കിട്ടി. ഇതാണ് ആ ഫോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലത്തെ ഫോണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിസിനസ് കുറച്ചും കൂടെ വലുപ്പമുണ്ട്. ഈ ബിസിനസിന്റെ ഫോണ്ട് നമുക്ക് എന്ത് ചെയ്യണം? മാറ്റാം. ബിസിനസിന്റെ ഫോണ്ട് ഒന്നും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണ്ട് വെക്കണം. ആക്ച്വലി അത് അവിടെ കൊടുത്തിരിക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫോണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോർമലി ക്യാൻവാസ് ആസിന്റെ തന്നെ ബോൾഡിലിട്ട് ചെയ്ത് നോക്കാം. ക്യാൻവാസ് ആസിന്റെ ബോൾഡിൽ പോകുന്നില്ല. വേറെ ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചൊരു
ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത്. പിന്നെ ഇത് ക്യാൻവാസാസിന്റെ ബോൾഡ്. പിന്നെ നമുക്കിവിടെ വേറെ ഒരു ബോൾഡ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ബിസിനസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്പേസിങ് കുറച്ചൊന്ന് കൂട്ടാം. ബിസിനസ് അല്ല, സ്പേസിങ് അവിടെ അല്ല, അതിന് സ്പേസിങ് ഈ രണ്ട് ഫോണ്ടിനും പാകമായിട്ട് ഒക്കെ നമുക്ക് പെൻ്റെ സൈസ് കുറച്ച് കുറക്കണം. ഓക്കെ, അതുപോലെ പെൻ്റെ സൈസും കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. എന്നിട്ട് നമുക്കതിൻ്റെ ലൈൻ സ്പേസിങ് ഒന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, ഇവിടെ ചെറിയൊരു സ്ലോഗൻ ഉണ്ട്. സ്ലോഗൻ അല്ല, ഒരു മെസ്സേജ് ഉണ്ട്. ഒന്ന് നോർമൽ ടെക്സ്റ്റിൽ തന്നെയാണ്. നോർമൽ മീൻസ് ക്യാൻവാസാസിൻ്റെ നോർമൽ അല്ല, വേറൊരു നോർമൽ ടെക്സ്റ്റാണ്. ഇതല്ല, ഇതുമല്ല, ഓക്കെ. ഇതിന് കുറച്ച് ബോൾഡ് ഉണ്ട്, ലൈറ്റ് കൊടുക്കാം. ഒന്ന് ലൈറ്റ് ടെക്സ്റ്റാണ്, ബോൾഡ് ഇല്ല അതിന്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ബോൾഡ് ടെക്സ്റ്റാണ്, അതിൻ്റെ കളർ ഓറഞ്ച് ആണ്. ഓക്കെ, സൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. കുറച്ച് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഡീറ്റെയിൽസ് ആണ്. ഡേറ്റ് ആണ് വരുന്നത് 2040 27 ജാനുവരി ആണ് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ഇപ്പം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഓറഞ്ചിൽ ഒരു കലണ്ടറിൻ്റെ ചിഹ്നം വേണം. Oh, what happened? ഒരു കലണ്ടറിൻ്റെ ചിഹ്നം വേണം. നമുക്ക് ഈ ചിഹ്നം എടുക്കാം. ഇരുപത്തിയേഴ് ജാനുവരി
അതിൻ്റെ ഫോണ്ട് മാറ്റിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ ഇനി എന്ത് ചെയ്താൽ മതി, വരെ മൂന്നാളും കൂട്ടിയിട്ട് താഴെ ഒരു ചെറിയ ലൈനും കൂടെ ഉണ്ട്. എന്ത് ചെയ്യാം, ലൈനിൽ പോയിട്ട് ഒരു ചെറിയ ലൈനും ഉണ്ട്. പിന്നെ അതുപോലെ ആ കളറ് കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല, ആ കളറ് ബ്ലാക്ക് അല്ല, കളറിൽ പോവുക, അതിൽ ബ്ലാക്കിൽ ഓക്കെ ഇതിൻ്റെ കളറും ഈ ഒരു ബ്ലാക്ക് ആണ്. എന്ത് ചെയ്യുക, ജനുവരി 2024 കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഇത് മൂന്ന് സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ അവിടെ വരുന്നത് ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ വരുന്നുണ്ട് ഇവന്റ് ലൊക്കേഷൻ, നമുക്ക് ഇതിന് കൊടുത്ത ഫോണ്ട് തന്നെ ഇവിടെയും കൊടുക്കാം. ഇതിന് കൊടുത്ത ഫോണ്ട് ഏതാ, കോഡ് പ്രോ. ഈ കോഡ് പ്രോ തന്നെ എവിടെയും കൊടുക്കാം. കോഡ് പ്രോയില് ഇത് കുറച്ച് ബോൾഡാണ്, എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറക്കണം. പിന്നെ അവിടെ സിമ്പിളിൻ്റെ സൈസും ഉണ്ട്, അതിൻ്റെ കൂടെ എന്തുണ്ട്, സമയവും ഉണ്ട്. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് സമയം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവൻ എന്തല്ല, ബോൾഡ് അല്ല, കോഡ് പ്രോയില് ഇവൻ റെഗുലർ ആണ്. ഓക്കെ, ഈ ഡേറ്റും ടൈമും എന്ന് പറഞ്ഞത് ഇവന് മാച്ച് ആയിട്ടാണത്, അപ്പോൾ ഇവനെ കുറച്ച് വലുതാക്കണം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ലൊക്കേഷൻ്റെ സിമ്പലും സമയത്തിൻ്റെ ലൊക്കേഷൻ്റെ സിമ്പലും സമയത്തിൻ്റെ സിമ്പലും നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ലൊക്കേഷൻ്റെ സിമ്പിള് അതുപോലെ ടൈം, സമയത്തിൻ്റെ സിമ്പലും. ഇത് രണ്ടും എന്താ, കളർ മാറ്റാൻ പറ്റുന്ന ഗ്രാഫിക്സ് ആണ്. ഓക്കെ, എന്ത് ചെയ്യുക, കളറിൽ പോവുക, ഓറഞ്ച് ആക്കുക, കളറിൽ പോവുക, ഓറഞ്ച് ആക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഇതെല്ലാം നമ്മൾ പിടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഇതെല്ലാം പിടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതും ഇവനെയും പിടിച്ച് ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സെൻറ്റർ അലൈൻ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ എന്തായി, അത് ഓക്കെ ആയി.
ഡേറ്റും സമയവും ഒക്കെ ഓക്കെ ആയി. ഇനി അതിൻ്റെ താഴെയുള്ള കണ്ടന്റ് ആണ്. ഇനി അതിൻ്റെ താഴെ കണ്ടന്റ് ഉണ്ട്. ഇവനെ കുറച്ചും കൂടി താത്തേണ്ടി വരും, കാരണം അവിടെ വേറെയും കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ താഴെ കണ്ടന്റ് വരുന്നുണ്ട്, കണ്ടോ? ഇവിടെ കുറച്ച് കണ്ടന്റ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് ആളുകളുടെ ഫോട്ടോയും വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ കോഡ് പ്രോ എന്ന് പറഞ്ഞ ഫോണ്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാരണം ഒരു ഫോണ്ട് അല്ല നമ്മൾ യൂസ് ചെയ്തത്. ഞാൻ ഫോണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ കോപ്പി അടിച്ച് പേസ്റ്റ് ചെയ്തു. അടുത്ത ബിസിനസ് അനാലിസിസ് കോപ്പി അടിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതിന് 2 എന്നുള്ളത് ഒഴിവാക്കണം, കാരണം 2 എന്നുള്ളത് ആ ബോക്സിന്റെ ഉള്ളിൽ വരുന്നതാണ്, സർക്കിളിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഒരു സർക്കിൾ ഉണ്ട്, ഓറഞ്ച് സർക്കിൾ. ആ സർക്കിളിന്റെ ഉള്ളിൽ വരുന്നതാണ് 2 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ 2 എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഒരു സർക്കിൾ ഉണ്ടാക്കണം. ഇത് കുറച്ച് ബോൾഡ് ആട്ടോ, ഇത് ക്യാൻവാസ് ആസിലാണ് കിടക്കുന്നത്. നമുക്കത് മാറ്റിയിട്ട് റെഗുലർ ആക്കണം. ഇവന് റെഗുലർ ആക്കണം. അല്ല, റെഗുലർ അല്ല, അവൻ കുറച്ച് ബോൾഡാണ്. അല്ല, ഇത്ര ബോൾഡ് ഇല്ല, നോർമൽ തന്നെ ആക്കാം. ഇത് മതി. ഇതിൽ ഈ ഇൻസൈറ്റ് എന്നുള്ളത് ഓറഞ്ചാണ്, ഇവന് എന്താണ്, ഓറഞ്ചാണ്. ഇനി നമുക്കൊരു ബോൾ ഇട്ടിട്ട്, ബോളല്ല, ഒരു സർക്കിൾ ഇട്ടിട്ട് ആ സർക്കിളിൻ്റെ ഉള്ളിൽ എന്തടിക്കണം, 0 1 സർക്കിൾ ചെറുതാക്കിയിട്ട് ആ 0 1 ഒന്നും കൂടി ചെറുതാക്കിയിട്ട് അതിൻ്റെ ഫോണ്ടിൽ പോയിട്ട് അതിൻ്റെ കളറിൽ പോയിട്ട് ഓറഞ്ച് കളർ ഇടുക. ഓക്കെ, എന്ത് ചെയ്യുക, അതിവിടെ കൊണ്ടു വെക്കുക. അത് സൈസ് കറക്റ്റല്ല. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം, അതിൻ്റെ സൈസ് കറക്റ്റ് ആക്കണം. ഇനി സൂം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ചെറുതാക്കാൻ പറ്റും. ഇനി ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സൈസ്, ടെക്സ്റ്റിൻ്റെ സൈസ് കുറക്കണം. അവിടെ ഈ ടെക്സ്റ്റിൻ്റെ, അതായത് ഈ 1 എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റിൻ്റെ അത്ര വലുപ്പമുണ്ട്. കണ്ടാ, ഇപ്പോൾ കറക്റ്റായി. ഈ 1 എന്ന് പറയുന്നത് ഈ ഡീൻ്റെ അത്ര വലുപ്പമുണ്ട്. ഞാൻ എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ D അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, സെയിം സാധനം. എന്നിട്ട് ആ 1 മാറ്റിയിട്ട് എന്ത് ചെയ്യുക, 2 ആക്കുക. അത്രേ ഉള്ളൂ. അപ്പം എന്തായി, നമ്മളെ ഹെഡിങ് 2 റെഡിയായി. ഇനി എന്ത് ചെയ്യുക, ഇവനെയും പിടിച്ചിട്ട് കൺട്രോൾ G അടിച്ച് ഗ്രൂപ്പ് ചെയ്യുക, ഒന്നങ്ങോട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഇവനെയും പിടിച്ചിട്ട് കൺട്രോൾ G അടിച്ച് ഗ്രൂപ്പ് ചെയ്യുക, ഒന്നെന്ത് ചെയ്യുക, അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്ട് ടെക്സ്റ്റ് നമുക്ക് ഫുൾ ടെക്സ്റ്റ് ബോക്സിൽ വരുന്നുണ്ട്. കണ്ടാ, നമ്മൾ ഇത്രയും കാലം ചെയ്തതിൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. വലിയ റിസ്ക് ഒന്നും ഇല്ലടാ, ഇത് ഫുൾ ടെക്സ്റ്റ് ബോക്സിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫോണ്ടിന്റെ കാര്യത്തിലൊന്നും ഇല്ല കേട്ടോ, ഫോണ്ടൊന്നും മാറ്റാല്ല, നോർമൽ ഫോണ്ടാണ്. ഇനി ഇതിപ്പോൾ ക്യാൻവാ പ്രോ, ഇത് നമ്മൾ കോഡ് പ്രോ അല്ലേ എടുത്ത്, ആ കോഡ് പ്രോന്റെ റെഗുലർ ആക്കി നോക്കിയാൽ മതി നമുക്ക്. ഓക്കെ, ഞാൻ എൻ്റെ ഫോണ്ടിന്റെ കാര്യത്തിൽ കോഡ് പ്രോയിൽ പോയിട്ട് കോഡ് പ്രോ റെഗുലറിൽ വേണ്ട, നമുക്ക് ക്യാൻവ തന്നെ മതി, ക്യാൻവാസ് ആൻസ് തന്നെ മതി, അത് തന്നെ കറക്റ്റാണ് അതിന്. ഓക്കെ, ക്യാൻവാസ് ആൻസ് അതിന് കറക്റ്റാണ്.
കോഡ് പ്രോ എടുത്താൽ അതിനൊരു ബോൾഡ് വരും. പിന്നെ മാത്രമല്ല അതിൻ്റെ കളറിനും ചെറിയൊരു മാറ്റമുണ്ട്. കളർ ഈ കളറാണ്. ഓക്കെ, ഇനി കളറിൽ പോയിട്ട് ഈ കളർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്തുണ്ട്, കഴിഞ്ഞുണ്ട്. ഇനി നമുക്കുള്ളത് സൈസ് കറക്റ്റാണ്. ഇനി നമുക്ക് അതിൻ്റെ താഴെ 3 പേരെ ഒരു ത്രികോണത്തിൽ കൊണ്ടുവരണം. അത് പ്രശ്നമല്ല. പിന്നെ അവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാധനം അതിൻ്റെ തലൻ്റെ മേലെ വരുന്നുണ്ട്, അതൊരു പ്രോബ്ലം അല്ല. അത് സിമ്പിളാണ്, പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിസൈൻ ഇത്ര ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലെയർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഫ്ലെയറിൽ ഡേറ്റും ടൈമും ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ത്രികോണങ്ങൾ വേണം. ത്രികോണത്തിൻ്റെ ഫ്രെയിം വേണം. അപ്പോൾ ഫ്രെയിമിൽ പോവാം. ത്രികോണമല്ലല്ലോ അല്ലേ, ഇതിനെന്താ പറയാ, ത്രികോണമല്ലല്ലോ ഇത്. ഈ ടൈപ്പ് സാധനമാണ് വേണ്ടത്. അതിൻ്റെ പേര് മറന്നുപോയി. അതേ സാധനം നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈഡിൽ കൂടെ ലൈനുള്ള ഫ്രെയിമുള്ള സാധനം നമുക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ആ ഷേപ്പിന്റെ പേരും തപ്പിയോട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഷേപ്പിന്റെ പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ കയറിയിട്ട് ഡിഫറെൻറ്റ് ഷേപ്പ് നെയിംസ് അടിക്കുക. എന്നിട്ട് അവിടെ ഇമേജിൽ വരിക, അപ്പോൾ ഉണ്ടാവും. ഓക്കെ, എല്ലാ ഷേപ്പിൻ്റെയും പേരുള്ള ഇമേജ് ഉണ്ടാവും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ന്യൂ വിൻഡോ ക്ലിക്ക് ചെയ്താൽ സാധനം ഇവിടെ ഉണ്ട്. ഇതിലിപ്പോൾ ഏതാണ് നമ്മുടെ ഷേപ്പ്, നമുക്ക് വേണ്ട നമ്മുടെ ഷേപ്പ് ഏതാ, ഏതായിരുന്നു ഷേപ്പ്, ഈ ഷേപ്പ് അല്ലേ. ഇത് നമുക്ക് സ്ക്വയർ എടുത്ത് തിരിച്ചു വെച്ചാൽ മതി. സ്ക്വയർ എടുത്തിട്ട് തിരിച്ചു വെച്ചാൽ മതി. നമുക്കൊരു സ്ക്വയർ കിട്ടിയാൽ മതി. സ്ക്വയർ ഫ്രെയിംസിൽ പോയാൽ സ്ക്വയർ ഫ്രെയിം വേണ്ട, ഇതാണ് സാധനം. സ്ക്വയർ എടുത്ത് തിരിച്ചു വെച്ചതാണ്. അപ്പോൾ സ്ക്വയർ എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, തിരിച്ചു വെച്ചാൽ മതി. ഫ്രെയിമുള്ള ഒരു സ്ക്വയർ വേണ്ട. ഈ ഫ്രെയിമിന് എന്തുണ്ട്, സ്ക്വയർ ഇത് ഫ്രെയിം ഉണ്ട്. ഇത് എടുത്തിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു വെക്കുക. വേണ്ട, പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഫ്രെയിമിൻ്റെ കളർ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റണം. ബ്ലാക്ക് ആവും. ഫ്രെയിമിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റൂല. ഓക്കെ, അവിടെയുള്ള ഫ്രെയിമിൻ്റെ കളർ എന്തായിരുന്നു, അതായത് ഇതിൻ്റെ പുറത്തു കൂടെ വേറൊരു ഫ്രെയിം ഉണ്ട്, കണ്ടോ. ഈ ഫ്രെയിമിൻ്റെ ഇങ്ങനെ ഫ്രെയിമുള്ള സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഫ്രെയിമിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റൂല, അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ പുറത്തു കൂടെ ഒരു ഓറഞ്ച് ലൈനാണ് വരുന്നത്,
കണ്ടോ ഒരു ഓറഞ്ച് ലൈൻ. നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ ഒരു ഓറഞ്ച് ലൈൻ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതിനെന്ത് ചെയ്താൽ മതി, നോർമൽ ഒരു ഫ്രെയിം എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അതേ ഷേപ്പ് ഇവിടെ ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പ് എടുക്കുക. എന്നിട്ട് ഇവിടെ കളറിൽ വൈറ്റ് ആക്കിയാൽ വൈറ്റ് ആവും. ഓക്കെ, ഇവിടെ ഇതിന് ഫ്രെയിം ഉണ്ടോ നോക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇമേജ് ഇട്ടാൽ ഓക്കെ, അതിന് ഫ്രെയിം ആണ്, കറക്റ്റാണ്. ഇനി ഇതിൻ്റെ സൈഡ് കുറച്ച് ഇനി ഇതേപോലത്തെ ഒരു സ്ക്വയർ നമുക്ക് വേണം, ക്രിയേറ്റ് ചെയ്യണം. ഇതുപോലെ സൈസുള്ള ഒരു സ്ക്വയറും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, വേണം. ഓ, ഫ്രെയിം അല്ലേ, ഫ്രെയിം അല്ല നമുക്ക് വേണ്ടത്, ഷേപ്പ് വേണം നമുക്ക്. നമുക്ക് എന്ത് വേണം, അതുപോലത്തെ ഷേപ്പ് വേണം, കളർ മാറ്റാൻ പറ്റുന്ന അതുപോലെയുള്ള ഷേപ്പ് വേണം. എന്നിട്ട് ആ ഷേപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ പട്ടി ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഉള്ളിലത്തെ കളറ് വൈറ്റ് ആക്കാം. അപ്പം എന്തായി, ഉള്ളിൽ പോയി, ഉള്ളിലത്തെ കളർ പോയി. ഇനി എന്ത് ചെയ്യണം, ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇവനെ തിരിക്കണം, ബാക്കിലുള്ളതിനെ എന്ത് ചെയ്യണം, തിരിക്കണം. തിരിച്ച് അതിനെ പാകാക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് കോർണർ എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ തിക്നെസ് കുറച്ചും കൂടെ ഒന്ന് കുറക്കാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് സൈസ് ഒന്ന് കുറച്ചാൽ വേണ്ട, പാകമായിട്ട് കിട്ടില്ല. ഇനി ഇതിൻ്റെ റൗണ്ട് നമ്മൾ ഇതിൻ്റെ സർക്കിളിൻ്റെ റൗണ്ട് നമ്മൾ പറ്റ റൗണ്ട് ആക്കിയിട്ടുണ്ട്. അത്ര റൗണ്ട് ആക്കണ്ട അവിടെ. ഓക്കെ, മുഴുവനായിട്ട് റൗണ്ട് ആക്കണ്ട. ഇനി ഇതിൻ്റെ കളർ എന്ത് പോകണം, ഓറഞ്ച് ആക്കണം. ഓക്കെ, കറക്റ്റായില്ലേ. കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പാസിറ്റിക്കും കൂടെ കുറച്ച് കുറവുണ്ട്, ഒപ്പാസിറ്റി വളരെ കുറവാണെന്ന് തന്നെ പറയാം. ഓക്കെ, ഒപ്പാസിറ്റി ഒരു 20 കൊടുക്കാം നമുക്ക്. 20 ഇട്ടാൽ ഓക്കെ, ഒപ്പാസിറ്റി 20. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ രണ്ടാളായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്താൽ ഫ്രെയിം ആയതുകൊണ്ട് ഓക്കെ, ഇനി കിട്ടുന്നുണ്ട്, ഗ്രൂപ്പ് ചെയ്തുകൊണ്ടും കിട്ടുന്നുണ്ട്. ജസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് 3 വരുന്നത്, 3. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് എന്ത് വേണം, ഇനി അതിൻ്റെ മേലെ നമുക്ക് ലൈൻ ഇടണം. ലൈൻ എടുക്കുക. ഈ ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. ഓക്കെ, ഈ 2 ലൈനും കൂടി കിട്ടിയ അല്ല, വലിയ ടാസ്ക് ഒന്നുമില്ല. ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ സൈസ് ഒന്നര കുറച്ചാൽ മതി. എന്നിട്ട് അതെന്ത് ചെയ്യാം, സെൻറ്ററൊക്കെ ആക്കാം. ഇവനെ ഒന്ന് കറക്റ്റാക്കി വെച്ചാൽ മതി. ഇതേ സാധനം എന്ത് ചെയ്യാം, കൺട്രോൾ ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, എന്ത് ചെയ്യുക, ഇവനൊന്നും കൂടി വലുതാക്കുക. കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയാൽ
കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ചെറിയൊരു ഡിഫറൻസ് കാണും. അതൊന്നും എന്ത് ചെയ്യൂല, ലോങ് ഡിസ്റ്റൻസിൽ കാണൂല. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കാം. ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആവണമല്ലോ. ഓക്കെ, കറക്റ്റ് ആക്കിയിട്ട് ഓക്കെ. അപ്പൊ ഇവിടെ എന്തായിട്ടുണ്ട്, എന്തോ ഒരു മിസ്സിങ് വന്നിട്ടുണ്ട്. ഇത് ചെരിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. അതൊരു ചെറിയൊരു ഗ്യാപ്പാണ്. അത് സൂം ഔട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യൂല, കാണൂല. അത്രക്ക് ഫുൾ സൂമിൽ ഇട്ടാലേ ആ ഒരു ഗ്യാപ്പ് കാണുള്ളൂ. ഓക്കെ, പിന്നെ എന്ത് വേണം, ഇനി ഇവിടെ ഒരു ബോർഡർ വേണം, ഒരു ഓറഞ്ച് ബോർഡർ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ സർക്കിൾ ചെയ്യണം. ഓക്കെ, സെൻറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ടെക്സ്റ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഷേപ്പിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു എറർ സംഭവിച്ചതാണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രോബ്ലം അല്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, നോർമൽ ടെക്സ്റ്റ് ചെയ്യുന്ന മാതിരി ടെക്സ്റ്റ് ചെയ്താൽ മതി. നോർമൽ ടെക്സ്റ്റ് ചെയ്യുന്ന മാതിരി എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചാൽ മതി. ചെറുതാക്കിയിട്ട് സെൻറ്ററിലാക്കിയിട്ട് ഫോണ്ടിൽ പോയിട്ട് കോഡ് പ്രോ എടുക്കുക, ഒന്ന് ബോൾഡ് ചെയ്യുക, കളർ മാറ്റിയിട്ട് വൈറ്റ് ആക്കുക. ഫുൾ വൈറ്റ് അല്ല. ഓക്കെ, നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൻ്റെ എല്ലാം കളറ് നമ്മൾ നേരത്തെ കൊടുത്ത ഓറഞ്ച് ഉണ്ടല്ലോ, ആ ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറും അതിൻ്റെ ഒപ്പാസിറ്റിയാണ്. ഇതിന് കൊടുത്ത ഒപ്പാസിറ്റി എത്ര, ആ ഫ്രെയിമിന് കൊടുത്ത ഒപ്പാസിറ്റി ഉണ്ടല്ലോ 20. ഒപ്പാസിറ്റി 20 കണ്ട. അപ്പം എന്തായി, അത് കറക്റ്റായി. ഇനി നമുക്ക് എന്ത് വേണം, ഇവിടെ കുറച്ച് ആളുകൾ വേണം. അപ്പം എന്ത് ചെയ്യണം, സെർച്ച് പോവാ, ഫോട്ടോസ് പോവാ, നമുക്ക് ഇയാളെടുത്തിടാം. ആദ്യമേ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ സൈസ് ഓക്കെ. ഇനി അടുത്ത് അതേപോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അത് ചില സമയത്ത് ക്യാൻവയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങോട്ട് നീങ്ങി കിട്ടൂല. കണ്ട, ഒരു ഗ്ലിച്ചാണ് സംഭവം. ഒന്ന് റൊട്ടാറ്റ് ചെയ്തോ അതിനൊന്ന് അനക്കിയിട്ടൊന്ന് ചെയ്താൽ ശരിയാവും. ഓക്കെ, നമുക്കിവിടെ ഒരു ഗേൾ വേണം.
കണ്ടോ എനിക്ക് ഇപ്പോൾ ഇത് നീക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇത് ഫിക്സാ, അവിടെ ഫിക്സാ. അപ്പം എന്ത് ചെയ്യാം, ചെറുതായിട്ടൊന്ന് മാറ്റുക, ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇതാക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ അതാണെങ്കിൽ ഇപ്പോൾ കറങ്ങിയില്ലേ, പൂജ്യമാക്കിയിട്ട് പിന്നെ അതിനെ എഡിറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ സൈസ് കുറക്കുക, അതിനെന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇവർക്കൊക്കെ ഒരു കളർ ടൂണ് വേറെയാണ്. ഇതിൽ വന്നാൽ ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കിടക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കിടക്കുന്നത്. മേലുള്ളതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, താഴെയുള്ളതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് പോകണം. എഡിറ്റ് ഇമേജ് പോവുക, ഇവിടെ ഫിൽറ്റേഴ്സിൽ പോവുക. ഇനി താഴേക്ക് വന്നാൽ വിൻറ്റേജ് മോണോ, ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് മോണോയിൽ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞാൻ ഈ 6ാമത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചൂസ് ചെയ്തത് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ നെയിം ആഡ് ചെയ്യണം. ഇവരെ നെയിമും ഇവരെ പൊസിഷനും ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ സെയിം ആയിട്ട് അതിലെന്താണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അടാ സ്പീക്കേഴ്സ് നെയിം എന്ന് അതിലങ്ങനെയാണുള്ളത്, സ്പീക്കേഴ്സ് നെയിം എന്നുള്ളത്. അപ്പോൾ അതന്നെ നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ കുറച്ച് ബോൾഡ് കൊടുക്കുന്നു, കളറ് ഓറഞ്ച് കൊടുക്കുന്നു. ആടാ ഇതിൽ ടോട്ടലായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള 3 കളറാണ്, ഓറഞ്ച്, ബ്ലാക്ക്, പിന്നെ ഈ ബ്ലൂ. ഓക്കെ, പിന്നെ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി കളറാണല്ലോ, ടെക്സ്റ്റിൻ്റെ കളറ്. ഓക്കെ, ഇനി അവരുടെ പൊസിഷൻ ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ കളറിൽ പോയിട്ട് വൈറ്റിൽ നമുക്ക് ബ്ലാക്ക്, സോറി ഈ ബ്ലാക്ക് കൊടുക്കാം. ഈ സാധനം തന്നെ ഗ്രൂപ്പ് ചെയ്തിട്ട് കൺട്രോൾ ഡി 3 സെയിം സാധനം തന്നെ. എല്ലാം എന്ത് ചെയ്യുക, അലൈൻമെന്റ് കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. എല്ലാം കറക്റ്റായി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവരെല്ലാവരും ഗ്രൂപ്പ് ചെയ്യാം. കാരണം ഇത് ഈ ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതുവരെ ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് പണിയെടുത്തതാണ്, എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമ്മൾ അയച്ചങ്ങനെ എടുക്കണം. ഓക്കെ, അപ്പം എന്തായിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഉള്ളത്, ജോയിൻ വിത്ത് അസ് എന്നുള്ള ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ, മെയില്, യുവർ മെയിൽ ആൻഡ് നെയിം ഹിയർ, വെബ്സൈറ്റ്, പിന്നെ മൊബൈൽ നമ്പർ, ആ ഒരു കാര്യം കൂടെ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, ഒരു ചെറിയ കാര്യം. കമാൻഡ് ബോക്സ് ഉണ്ട് ഇവിടെ, ഒരു കമാൻഡ് ബോക്സ്. കമാൻഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കമാൻഡ് ബോക്സ് ആണ്. നമുക്ക് വേണ്ടത് ഈ ഒരു ടൈപ്പ് ബോക്സ് ആണ്. ഇതിനിപ്പോൾ എന്താ പറയുക, ആ ഒരു ടൈപ്പ് ബോക്സിന് എന്താ പറയുക,